ഇന്ന് ഇതുവരെ പുറത്തു വന്ന 24 പ്രധാന വാർത്തകളുടെ വിശദാംശങ്ങൾ അറിയാം. അതിവേഗം അരമണിക്കൂറിൽ 24 ഹെഡ്ലൈൻസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. യോഗം ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള കരട് പട്ടിക വിവാദമായ പശ്ചാത്തലത്തിൽ വ്യാപക പിശകുകൾ കണ്ടെത്തിയ കരട് പട്ടികയ്ക്കെതിരെ ഉയർന്നത് വലിയ പ്രതിഷേധം. പട്ടികയിലെ അപാകതകൾ പരിഹരിക്കുമെന്ന് ആവർത്തിച്ച് റവന്യൂ മന്ത്രി. ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിലിരട്ടിപ്പ് വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുക തന്നെ ചെയ്യും. ഇരട്ടിപ്പുണ്ടായാൽ ഒരു കാരണവശാലും ആ പേരുകൾ ആ രേഖയിൽ ഉണ്ടാകില്ല. അത് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു. ജില്ലാ കളക്ടറോട് ഇന്നലെ തന്നെ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയ ലിസ്റ്റിൽ വന്നിട്ടുള്ള പാകപ്പിഴകളുടെ കാര്യം എന്താണ് എന്ന് അന്വേഷിച്ച് അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് നൽകാൻ ഇന്നലെ തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഒരു ചെറിയ കാര്യമായിട്ടൊരു കാരണവശാലും കാണുന്നില്ല. പക്ഷേ ആ കാര്യത്തിൽ ഇരട്ടിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ സാങ്കേതികമായൊരു പ്രശ്നമാണ് എന്ന് കാണുന്നുണ്ടെങ്കിലും ഇരട്ടിപ്പുള്ള ഒരു പേരും വീണ്ടും ആവർത്തിക്കില്ല എന്ന കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഒട്ടും ഗൗരവമില്ലാതെ തയ്യാറാക്കിയ കരട് പട്ടിക പുറത്തു വന്നതോടെ നിരാശരായി ദുരന്തബാധിതർ. പ്രയാസപ്പെടുന്ന ആൾക്കാരെ വീണ്ടും പ്രയാസത്തിലേക്ക് ആക്കുന്ന രീതിയിലാണ് ഈ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മുണ്ടക്കായിൽ മാത്രം 70ഓളം ഡബിൾ എൻട്രിയാണ് വന്നിട്ടുള്ളത്. മുണ്ടക്കായിൽ നിന്ന് പോയ ആൾക്കാർ 15 വർഷം മുമ്പ് പോയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു വീട് 3 വീടിൻ്റെ അപ്പുറം പെടാൻ സെൻട്രലിലെ വീട് പെട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള രീതിയിലാണ് ഈ ലിസ്റ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചത്. വ്യാപകമായിട്ട് ഇതിൽ പ്രതിഷേധമുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം 70ഓളം ആളുകൾ ഇത് വന്നിട്ടുണ്ട്. അത് പിന്നെ വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. കാരണം അവിടെ അർഹതപ്പെട്ട ആളുകൾ ആ ലിസ്റ്റിൽ കയറാനുണ്ട്. പിന്നെ മുണ്ടക്കയെ സംബന്ധിച്ചിടത്തോളം 11ാം വാർഡ് പൂർണ്ണമായിട്ടും ഈ എഫക്റ്റഡ് ഏരിയ എന്നുള്ളതാണ് കണക്കാക്കിയിട്ടുള്ളത്. അതങ്ങനെയാണല്ലോ ഇതിൻ്റെ പ്രഭവകേന്ദ്രം എന്നുള്ള നിലക്ക് അത് പിന്നെ മുഴുവൻ ആളുകളും അതിൽ ഉൾപ്പെടണം എന്നുള്ളതാണ്. പക്ഷേ അതിൽ 50ഓളം കുടുംബങ്ങൾ ഇനി അതിൽ പിന്നെ ലിസ്റ്റിൽ വരാനുണ്ട്. ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. അവർക്ക് ജോലികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു പോകുന്ന ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് പുനരുദ്ധാരണം അവർക്ക് ക്രമീകരിച്ചു കൊടുക്കാൻ സർക്കാരിനും വാടക കൊടുക്കണ്ടല്ലോ. കരട് പട്ടികയെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ധാർഷ്ട്യമാണ്, പണം കൊടുക്കില്ല എന്നുള്ളത്. സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് സർക്കാരില്ലായ്മയാണ്. 4.5 മാസമായി അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പരിമിതമായ ആളുകളാണ് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ. ആ ദുരിതബാധിതരുടെ പട്ടികയിൽ പോലും 100 പേരുടെ പേര് ഇരട്ടിപ്പാണെന്നാണ്. അപ്പം ഒരു സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ചെയ്യുകയാണ്. ഒരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല. പരിതാപകരമായ അന്തരീക്ഷമാണ്. ദുരന്തബാധിതർക്കൊപ്പം 24 ക്യാമ്പയിൻ വേഗം വേണം പുനരധിവാസം. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കടന്നാക്രമിച്ചും രമേശ് ചെന്നിത്തലയെ തലോടിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ആളാണ് പ്രതിപക്ഷ നേതാവ് എന്നും തമ്മിൽ ഭേദം രമേശ് ചെന്നിത്തലയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ 24നോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വയം മനസ്സിലായി കാണും. എൻ്റെ നാക്ക് വഴിയും അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി നിന്നുകൊണ്ട് ആരോടും എന്തും പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ശൈലി കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ശൈലിയല്ല. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ദാർഢ്യവും അഹങ്കാരത്തോടുള്ള പ്രസ്താവനകളും പറച്ചിലുകളും ഇവിടുത്തെ ബഹുജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് വയ്യെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ നല്ലത് തന്നെ. കോൺഗ്രസ് തന്നെ നശിപ്പിക്കാനല്ലേ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ സ്വയം പ്രമാണിയാകാൻ ശ്രമിക്കുമ്പോൾ സ്വയം പ്രാണിയായി മാറുകയാണ്. അഹങ്കാരത്തിന് കൈകാലം വെച്ചതാണ്. എല്ലാവരെയും അകറ്റി വർത്തമാനം പറയുന്നതാണ് സതീശൻ. അപ്പം തമ്മിൽ ആരാണ് ഭേദം? തൊമ്മനല്ലേ? വെള്ളാപ്പള്ളി നടേശന്റെ മുഖ്യമന്ത്രി പരാമർശത്തിൽ പ്രതികരിച്ച് രമേശ് ചെന്നിത്തല. ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന് സംബന്ധിച്ച് സാമുദായിക സംഘടനകൾക്ക് അഭിപ്രായം പറയാമെന്ന് ചെന്നിത്തല. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ചർച്ച മാധ്യമങ്ങളിൽ മാത്രമാണെന്നും രമേശ് ചെന്നിത്തല. എനിക്ക് എല്ലാ സമുദായ സംഘടനകളുമായും അതിൻ്റെ നേതാക്കന്മാരുമായും നല്ല ബന്ധമാണുള്ളത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പാർട്ടിയാണ്. പക്ഷേ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകത ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമുക്കാർക്കും വിലക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. സ്ഥാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്.
വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തോട് ഇന്നും കരുതലോടെ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ്. തന്നെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് വി.ഡി. സതീശൻ. വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ തിരുത്തുമെന്നും പ്രതികരണം. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ്. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് തിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ തെറ്റ് തിരുത്താം. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല. മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് അയോഗ്യതയെന്ന് കെ. സുധാകരൻ. അദ്ദേഹത്തിന് അയോഗ്യത ആർക്കും വ്യക്തിപരമായി ആർക്കും അഭിപ്രായം പറയാമല്ലോ. വലുത് തെറ്റ്. രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. KSUവിൽ നിന്ന് വന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ആളിനെയാണ് അദ്ദേഹം. അതുകൊണ്ട് മറ്റുള്ള കൂട്ടരാരും പറ്റില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അഭിപ്രായം പറയുന്നതിന് സ്വാഭാവികമല്ലേ. ഒരു അഭിപ്രായം പറയുന്നതിന് തെറ്റ്. സാമുദായിക നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാൻ വേണം. അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടാവില്ലേ, അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ലേ, സ്വാഭാവികമല്ലേ. ആളിപ്പം വെള്ളാപ്പള്ളി നടേശന നല്ല നടപ്പ് നടത്താൻ നമുക്കൊന്നും കഴിയില്ലല്ലോ. പറയാൻ പാടില്ലായിരുന്നു. അത് ഞാൻ പറയുന്നു, വ്യക്തിപരമായി ഞാൻ പറയുന്നത് പറയാൻ പാടില്ലായിരുന്നു. വയനാട്ടിലെ UDF വിജയത്തിനു പിന്നിൽ മുസ്ലിം വർഗീയ ചേരിയെന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ പരാമർശത്തിനെതിരെ UDF. വിജയരാഘവന്റേത് ക്രൂരമായ പരാമർശമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വളരെ ക്രൂരമായ ഒരു പരാമർശമാണ്. മാത്രമല്ല ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിനു പിറകെ ഒന്നായിട്ട് CPMൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ വിജയം ന്യൂനപക്ഷ വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ സംഘടനകളുടെ സംഭാവനയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് പ്രസ്താവനയെ മണ്ടത്തരാണ്. പരാമർശത്തിൽ CPIM ദേശീയ നേതൃത്വം പ്രതികരിക്കണമെന്ന് KC വേണുഗോപാൽ. അത് CPM പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഇത് ഉന്നയിക്കാനുള്ള പ്രധാനമായ കാരണം ഞാൻ വിശദീകരിക്കുന്നത്, ഇത് തീർച്ചയായിട്ടും BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുമായിട്ടുള്ള ഡീലിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയെ ക്രൂശിക്കാൻ കേസെടുക്കാൻ അവിടെ തയ്യാറായപ്പോൾ ഇവിടെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ CPMൻ്റെ കൊട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നു പോളിറ്റ് ബ്യൂറോ മെമ്പർ ചെയ്തത് എന്നുള്ളതാണ്. അത് CPMൻ്റെ മാത്രം കൊട്ടേഷനല്ല, BJP കൊട്ടേഷനായിരുന്നു. വിജയരാഘവൻ ഇപ്പം വർഗീയ രാഘവനായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കയറും ഇത് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊരു പ്രസ്താവന നടത്താൻ പറയുമ്പോൾ വർഗീയത ഇങ്ങനെ വെറും വിഴുങ്ങുന്ന ഒരു ആളായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇവരെന്താ ധരിച്ചിരിക്കുന്നത്? വിജയരാഘവനെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തിരുത്തുന്നില്ലെന്ന് കെ. സുധാകരൻ. ഈ കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ ഇത് പറയാൻ ഇദ്ദേഹത്തിന് ലജ്ജയില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇയാൾ എന്ത് രാഷ്ട്രീയക്കാരനാണ്? വയനാട് പോലുള്ള കോൺഗ്രസിൻ്റെ ഒരു അതീശത്വമുള്ള ഒരു പ്രദേശത്ത് ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് ശേഷം സഹോദരി പ്രിയങ്ക ഗാന്ധി ഇവരൊക്കെ ഇത്രയും നാളെ 4 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചെടുത്ത് ഇങ്ങനെ ഒരു അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് രാഷ്ട്രീയം? മുഖ്യമന്ത്രിയും അതിൽപ്പെട്ടയാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ BJPയുടെയും CPMൻ്റെയും അന്തർധാര രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് കേരളത്തിലെ പോളിറ്റിക്സ് മുങ്ങിപ്പോവുകയാണ് ഇപ്പോൾ. കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു തോമസ് ജീവനൊടുക്കിയതിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കും ബാങ്ക് ജീവനക്കാർക്കുമെതിരെ നിലപാട് കടുപ്പിച്ച് കുടുംബം. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. അവരെല്ലാവരും കൂടെ പെട്ടെന്ന്, അതായത് സെക്രട്ടറി ഉണ്ടായിരുന്നു, റെജി ഉണ്ടായിരുന്നു, സുജി ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഒരിക്കലും ഇല്ലാത്ത ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ സെക്രട്ടറി പറഞ്ഞു എൻ്റെ അടുത്തിൽ കാശിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു ചോദിക്കാൻ. അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. അത് രാവിലെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്ന ആള്. ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞപ്പോൾ പൈസ ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് തരാതിരിക്കാനാണ് ഒരു മാക്സിമം നോക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം അതിനകത്ത് എഴുതിയേക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് അന്ന് നടന്നത്. അന്നത്തെയാണ് ഏറ്റവും വലിയ സ്റ്റോക്കായത്. പിന്നെ VRCGയുടെ ഭീഷണി ഭയങ്കരമായിട്ട്. ഇപ്പം അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, അതാണ് ഞങ്ങളുടെ ആവശ്യം. പൈസ കിട്ടണം, നീതി ലഭിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. നിക്ഷേപകന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയരെ സംരക്ഷിച്ച് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് സാബു തോമസിനോടുള്ള പെരുമാറ്റത്തിൽ ബാങ്ക് ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ആരോപണ വിധേയരായ ബാങ്ക് ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും
MJ വർഗീസ് 24-നോട്. അവരിൽ ഒരു വാഴ്ച വന്നിട്ടില്ലെന്നാണ് പറയുന്നത് അല്ലേ? വന്നിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരല്ല ഈ വിനായകർ സാധുക്കളാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാം, സാധു മനസ്സിലാവും അവരൊക്കെ. സജീവിന് കൂട്ടുകാരല്ല, സാവുമൊക്കെ ആയിട്ട് കൂട്ടുകാരെ സജിയൊക്കെ. സജീമ ഒറ്റ കാലം വെച്ചെന്നുള്ളൂ. സജീവ് സഹോദരാണ് തട്ടിക്കിടക്ക് കിട്ടുമ്പോ പറയേ. ആരും കുഴപ്പക്കാരല്ല, സാറിന്റെ സാവും കുഴപ്പക്കാരല്ല. മേടിക്കൊച്ചെന്ന് പറയുന്നത് അവരുടെ കടയൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പൊ ഇതാണ് എന്തോ മിസ്സിങ് വന്നു. സമയം കണക്കൂട്ടിയാണ് ഞാൻ കണക്കൂട്ടിയുള്ളൂ. നടപടി എന്ന് പറയുമ്പോൾ എന്താണ് നടപടി എന്ന് കൂടി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. സമയത്ത് കൂടും ഉടനെ കൂടിയിട്ട് ആലോചിക്കുക എന്താ വേണ്ടിയെന്നുള്ളത്. സാബു തോമസിന്റെ വീട്ടിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി VR സജിയുടെ ഭീഷണി സന്ദേശം ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരുമെന്ന് മന്ത്രി. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളെ ആ നില കാണണം. ഫോൺ സംഭാഷണത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളും ഈ അന്വേഷണത്തിന്റെ പരിധി വരും. സംഭാഷണങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞു. ഞാൻ ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ചല്ലല്ലോ ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഫോൺ സംഭാഷണം ഞാൻ ചാനലിൽ കൂടെ കേട്ടതേ ഉള്ളൂ. നമ്മളൊരാൾ ആയിരിക്കാം ഞാനതിനെ ന്യായീകരിക്കുമല്ല. നമ്മളൊരാളെ ഒരു കാര്യത്തിന് വേണ്ടി പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ വസ്തുതകളെ കൃത്യതയോടുകൂടി പരിശോധിക്കുന്നതിന്റെ സന്ദർഭത്തിലാണല്ലോ നിൽക്കുന്നത്. എന്ത് സംഭവിച്ചാലും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിഷ്പക്ഷമായ അന്വേഷണത്തിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. നിക്ഷേപകന്റെ ആത്മഹത്യയിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുവെന്ന് ഇടുക്കി SP TK വിഷ്ണു പ്രദീപ്. ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് കട്ടപ്പന ASPയുടെ നേതൃത്വത്തിൽ ഒരു 2 CAമാർ ഉൾപ്പെടുന്ന 9 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിശദമായ ഒരു അന്വേഷണം തന്നെ ഈ കേസിലേക്ക് നടത്തുന്നതാണ്. അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നതാണ്. എല്ലാ ആസ്പെക്ട്സും പരിശോധിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് നടക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പരാതികളും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. ബന്ധപ്പെട്ട എല്ലാ എവിഡൻസും നമ്മൾ പോലീസ് കളക്ട് ചെയ്ത് വരുന്നുണ്ട്. എല്ലാം പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട എല്ലാ സാക്ഷികളും കണ്ടു ചോദിച്ച് മൊഴി രേഖപ്പെടുത്തി വരികയാണ്. അന്വേഷണം കണ്ടിന്യൂയിങ് ആണ്. 24 ബിഗ് ഇംപാക്ട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ വലിച്ചെറിഞ്ഞ കേരളത്തിലെ ആശുപത്രി മാലിന്യങ്ങൾ നീക്കി തലയൂരി കേരളം. മാലിന്യം തിരിച്ചെടുത്ത് കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ. തത്സമയ വിവരങ്ങളുമായി തിരുനെൽവേലിയിൽ 24 വാർത്താ സംഘം. നാടിന് നാണക്കേടായ സംഭവത്തിൽ 2 പേർ കൂടി പിടിയിൽ. സനേജ് ഇക്കോ പ്രൈവറ്റ് ലിമിറ്റഡുമായുള്ള മാലിന്യ നീക്ക കരാർ റദ്ദാക്കാനൊരുങ്ങി RCC. ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തൽ. മൂന്ന് മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ PV അൻവർ MLA ഉന്നയിച്ച അനധികൃത സ്വത്തുസമ്പാദനത്തിൽ DGP MR അജിത് കുമാർ ആരോപണ മുക്തൻ. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് വിജിലൻസിന്റെ കണ്ടെത്തൽ. 2 ആഴ്ചയ്ക്കകം വിജിലൻസ് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകും. വിജിലൻസ് അന്വേഷണം ശരിയായ ദിശയിൽ ആയിരുന്നില്ലെന്ന് PV അൻവർ. അല്ല, MR അജിത് കുമാറിന്റെ കേസിൽ മാത്രമല്ല, എല്ലാവർക്കും ക്ലീൻ ചെയ്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഇദ്ദേഹത്തിനെതിരെ കേസ് അന്വേഷിക്കുന്ന വിജിലൻസിന്റെ ടോപ്പ് ഓഫീസറാണ് വിജിലൻസ് ഡയറക്ടർ. അദ്ദേഹം സ്ക്രീനിംഗ് കമ്മിറ്റിയാണ്. അദ്ദേഹം പറയാൻ ഒരു കുഴപ്പമില്ല. പിന്നെ താഴെ കിടക്കുന്ന സബോർഡിനേറ്റ്സ് എന്ത് റിപ്പോർട്ടാണ് കൊടുക്കാനുള്ളത്? അനുകൂലമായിട്ട് തന്നെയല്ലേ കൊടുക്കുള്ളൂ. ഈ റിപ്പോർട്ട് കൊടുക്കുന്നതോട് കൂടി ഞാൻ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കും, ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും. ഒരൊറ്റ ഡോക്യുമെന്റ്സ് മതി ഈ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ. വിജിലൻസ് റിപ്പോർട്ടിനെതിരെ രംഗത്തെത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അജിത് കുമാറിനെതിരെ ഇനി നിലവിലുള്ളത് തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം മാത്രം. പത്തനംതിട്ട ആവണിപ്പാറയിൽ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു. കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് വരുന്നതിനിടെ മണ്ണാറപ്പാറ ഭാഗത്താണ് പ്രസവിച്ചത്. അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് യുവതിയെ പരിചരിച്ച കൊക്കത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ. ടെമ്പറേച്ചർ ഉണ്ട്, ആൺകൊച്ചാണ്. അവർ വഴിമധ്യേ പ്രസവം നടന്നെങ്കിലും പ്ലാസിൻ്റെ സെപ്പറേറ്റ് ആയില്ല. ഞാൻ സെപ്പറേറ്റ് ആക്കി, കുഴപ്പമില്ല. കോഡ് ക്ലാമ്പ് ചെയ്ത് ടൈ ചെയ്ത് സെറ്റാക്കി. റോഡ് വളരെ മോശമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പോയെ. എങ്ങനത്തെ മോളുണ്ടായിരുന്നു കൂടെ. മോള് MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ധൈര്യവും ഉണ്ടായിരുന്നു. കൊല്ലത്ത് കുടിവെള്ളമെടുക്കാൻ വള്ളത്തിൽ പോയ മത്സ്യത്തൊഴിലാളി വള്ളം മറിഞ്ഞു മരിച്ചു. ചവറ പുത്തൻതുരുത്ത് സ്വദേശി സന്ധ്യ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ദിവസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് മറുകരയിൽ നിന്നാണ് വെള്ളം എടുത്തിരുന്നത്. 9 തുരുത്തുകളിലായി 500 കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. എനിക്കും വെള്ളമില്ലാതെ ഞാൻ വെള്ളം എടുക്കാനായിട്ട് അവള് വെള്ളം കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്കും വെള്ളം കൊണ്ട് തരാമെന്ന് പറഞ്ഞതാ.
അന്നേരം ഇത് സംഭവിച്ചത്. ജനവാസമുള്ള 9ഓളം തുരുത്തുകളുണ്ട്. അവർ മെയിനായിട്ട് ആശ്രയിക്കുന്ന ഏക മാർഗം ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മാത്രമാണ്. പൈപ്പ് കണക്ഷനിലൂടെ വരുന്ന വെള്ളം മാത്രമാണ്. അവിടെ ബോർവെൽ താക്കാനോ കിണർ താക്കാനോ അങ്ങനെയുള്ളൊരു സാങ്കേതിക പ്രശ്നമില്ല. 10 മാസം ഞങ്ങൾക്ക് വെള്ളം കിട്ടാറുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ എല്ലാ ഉദ്യോഗസ്ഥരും പ്രതീക്ഷക്കൊത്ത് ഉയർന്നുവെന്ന് പറയാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിലരുടെ ഭാഗത്തു നിന്നും പാളിച്ച ഉണ്ടായിട്ടുണ്ട്. പുതിയ ബാച്ചുകൾക്ക് മാതൃകയാകാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി. വനനിയമ ഭേദഗതിയിൽ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിക്കാൻ കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രിയെ കാണാൻ ഒരുങ്ങുന്നത് സഭാ നേതാക്കൾ പോലും എതിർപ്പറിയിച്ച സാഹചര്യത്തിൽ വനസംരക്ഷണ നിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ 24-നോട്. MLA-മാർ പുതിയ ഭേദഗതി വായിക്കാൻ തയ്യാറാകണം. രാഷ്ട്രീയ പാർട്ടികളുടെ വിപ്പനുസരിച്ച് മാത്രം കൈപ്പൊക്കുന്നവർ ആവരുത് MLA-മാരെന്നും ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ. കേരളത്തിലെ വനങ്ങൾക്ക് ഉൾക്കൊള്ളാനാവുന്നതിലധികം വന്യമൃഗങ്ങൾ കേരളത്തിലുള്ളതായിട്ടാണ് ഞാൻ ചില കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെ ഗൗരവമായിട്ടും പ്രായോഗിക ബുദ്ധിയോടുകൂടിയും ഗവൺമെൻറ്റുകൾ അതിനെ അഡ്രസ്സ് ചെയ്യണം. അതല്ലാതെ നമ്മളിങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളുടെ പേര് പറഞ്ഞ് വന്യമൃഗ സംരക്ഷണവും പ്രകൃതി സംരക്ഷണവും അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതിൽ പൊതുഭരണ വകുപ്പിലെ 6 പാർട്ട് ടൈം ജീവനക്കാർക്ക് നോട്ടീസ്. 18% പലിശയിൽ കൈപ്പറ്റിയ പണം തിരികെ അടക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ്. പണം തിരിച്ചുപിടിച്ച ശേഷം തുടർ നടപടിയെന്ന് സർക്കാർ. 24 ഫോളോ അപ്പ്. പൂനെയിൽ ജോലി ചെയ്യുന്ന മലയാളി സൈനികനെ കാണാതായതിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസും സൈന്യവും. കാണാതായത് കോഴിക്കോട് പാവങ്ങാട് സ്വദേശിയും ബോക്സിംഗ് താരവുമായ കെ വിഷ്ണുവിനെ. തിരോധാനം അടുത്ത മാസം വിവാഹം നടക്കാനിരിക്കെ വിഷ്ണുവിന്റെ ഫോൺ ലൊക്കേഷൻ പൂനെയിൽ തന്നെയെന്ന് പോലീസ്. ATM-ൽ നിന്ന് 15,000 രൂപ പിൻവലിച്ചതായും കണ്ടെത്തി. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എ സജീവന്റെ തലയ്ക്കും ഇടുപ്പിനും ഗുരുതര പരിക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. അന്വേഷണം 3 കുട്ടികളിൽ മാത്രം ഒതുങ്ങരുതെന്ന് അമ്മു സജീവന്റെ പിതാവ് സജീവൻ 24-നോട്. ഈ പിള്ളേരിൽ മാത്രം ഒതുങ്ങാനാണ് ഇപ്പം ഈ സിപാസും കോളേജും നോക്കുന്നത്. ഇയാളെ ഒരു തരത്തിലും ഇത് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ഒരു രീതിയിലും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇയാൾ സ്വമേധയാണ് ചെയ്തത്. നേരിയ പുരോഗതി ഉണ്ടെങ്കിലും MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. MT കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കാർഡിയോളജി ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ. MTയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഈ മാസം 15-ന്. സംസ്ഥാനത്ത് വാഹനാപകടത്തിൽ 2 ജീവനുകൾ കൂടി പൊലിഞ്ഞു. കോട്ടയം പള്ളത്ത് MC റോഡിൽ വാഹനാപകടത്തിൽ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് കാട്ടാക്കട സ്വദേശിനി അനീഷ. തിരുവനന്തപുരം പുതുകുളങ്ങരയിൽ കാർ അപകടത്തിൽ 2.5 വയസ്സുകാരന് ദാരുണാന്ത്യം. അപകടം കാർ കലുങ്കിലിടിച്ച്. തിരുവനന്തപുരത്ത് MC റോഡിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. അപകടമുണ്ടായത് കിളിമാനൂർ പുളിമാത്തിന് സമീപം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും ആഭ്യന്തര വകുപ്പിന് രൂക്ഷ വിമർശനം. പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടി നേതാക്കൾക്ക് പോലും നീതി ലഭിക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്ന് പ്രതിനിധികളുടെ പരിഹാസം. തിരുവനന്തപുരം മേയർക്ക് ധിക്കാരവും ധാർഷ്ട്യവും. ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിക്ക് നാക്കിന് നിയന്ത്രണമില്ലെന്നും പ്രതിനിധികൾ. ശബരിമലയിൽ മണ്ഡല പൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെട്ടു. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര ബുധനാഴ്ച പമ്പയിലെത്തും. മണ്ഡല പൂജയുടെ സമയത്ത് സന്നിധാനത്ത് ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24-നോട്. ഇന്ന് ഓമല്ലൂർ ശ്രീ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ ഘോഷയാത്ര സമാപിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സമൻസ്. നോട്ടീസ് നൽകി ഉത്തർപ്രദേശ് ബറേലിയിലെ ജില്ലാ കോടതി. ജാനുവരി 7-ന് ഹാജരാകണമെന്ന് നിർദ്ദേശം. നോട്ടീസ് പാഴാണെന്നും നോട്ടീസ് അയച്ചവർ ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യരല്ലെന്നും കോൺഗ്രസ് നേതാവ് ഉദിത് രാജ്. പാലക്കാട് നല്ലേപ്പിള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ച 3 വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ റിമാൻഡിൽ. പ്രധാനാധ്യാപികയെയും അധ്യാപകരെയും അസഭ്യം പറഞ്ഞെന്നും പരാതി.
കൊച്ചിയിൽ വീണ്ടും പപ്പാഞ്ഞി വിവാദം. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ സ്ഥാപിക്കുന്ന പപ്പാഞ്ഞി നീക്കം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകി. ഒരു പപ്പാഞ്ഞി മാത്രം മതിയെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ വർഷവും സമാനമായ പ്രശ്നം ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്നു. വെളി ഗ്രൗണ്ടിലെ പപ്പാഞ്ഞിയെ മാറ്റണമെന്നും ഫോർട്ട് കൊച്ചി അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ നോട്ടീസിൽ പറയുന്നു. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. പരിക്കേറ്റ ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഡോക്ടറായ സൗദി പൗരൻ കാറോടിച്ച് കയറ്റിയതിനെ തുടർന്ന് 5 പേരാണ് മരിച്ചത്. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ബംഗ്ലാദേശിനെ 41 റൺസിന് തകർത്താണ് ഇന്ത്യ ജേതാക്കളായത്. 118 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് 76 റൺസിന് ഓൾ ഔട്ടായി. അർദ്ധ സെഞ്ചുറി നേടിയ തൃഷയാണ് ഇന്ത്യയുടെ വിജയശില്പി. ടൂർണമെന്റിന്റെ താരവും തൃഷയാണ്. 1 വിക്കറ്റും പുറത്താകാതെ 2 റൺസും എടുത്ത മലയാളി താരം വിജയ് ജോഷിത്തെയും ഇന്ത്യൻ ജയത്തിൽ നിർണായകമായി. 24 ഹെഡ്ലൈൻസ് പൂർത്തിയാവുന്നു.